സമ്പൽ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് അഖിലേഷ് യാദവ് ബിജെപി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സംഘർഷമാണ് സമ്പലിൽ നടന്നത്. നിരപരാധികൾക്ക് നേരെ പോലീസ് വെടിവെക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ അനധികൃത തോക്കുകൊണ്ടാണ് പോലീസ് നേരിട്ടതെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. ധനസുമോദ വിവരങ്ങൾ നൽകും. ധനസുമോദ, കുറേ ദിവസം സമ്മേളനം തടസ്സപ്പെട്ട ശേഷം ഇന്നിപ്പോൾ സമ്മേളനവുമായി പ്രതിപക്ഷം സഹകരിച്ചപ്പോൾ സമ്പൽ വിഷയം അവിടെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇതുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവ് സംസാരിച്ചു. ഭരണപക്ഷത്തു നിന്നുള്ള കൃത്യമായ മറുപടി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം കൂടി ഈ സമ്മേളനത്തിൽ ലഭിക്കുകയുണ്ടായോ? ജിൽസി, അദാനി വിഷയം സഭയ്ക്ക് പുറത്തും സഭയ്ക്ക് ഉള്ളിൽ സമ്പൽ വിഷയവും ഉന്നയിക്കാമെന്നാണ് ഇന്ത്യ മുന്നണിയിൽ ധാരണയായത്. അതനുസരിച്ച് തന്നെയാണ് ആദ്യം ഇദ്ദേഹത്തിനെ, അഖിലേഷ് യാദവിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന പേരിൽ തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇറങ്ങിപ്പോയിരുന്നു. അതിനുശേഷം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അഖിലേഷ് യാദവാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഇത് യു പി സർക്കാരും യു പി പോലീസും കരുതിക്കൂട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടാക്കിയെന്നും പോലീസ് കള്ളത്തോക്ക് ഉപയോഗിച്ച് സാധാരണക്കാരെ, നിരപരാധികളെ വെടിവെക്കുകയായിരുന്നു ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ബി.ജെ.പി. അവിടെ മതമായി തകർക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ പരിപാടിയും ബി.ജെ.പി.യാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇതിനുശേഷം സംസാരിച്ച ആ ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ ശൂന്യവേളയിൽ സംസാരിച്ച മുസ്ലിം ലീഗ് എം.പി. ഇ.ടി. മുഹമ്മദ് ബഷീറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. കാരണം അവർ കോടതിയിലേക്ക് പോവുകയാണ് മുസ്ലിം ലീഗ്. ഇതുകൂടാതെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണണം, സിറ്റിംഗ് എം.പിയെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിക്കണം. സമ്പലിന്റെ വിഷയം ഒരു സാധാരണ ഒരു പള്ളിയുടെ വിഷയം മാത്രമായി കാണാനാവില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് എം.പിയെ കൊണ്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നുമാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയത്.